Dear friends, I am M.A. Rashid, consultant psychologist. Today we are talking about passion. Passion എന്ന് പറഞ്ഞാൽ അഭിനിവേശം. എന്താണ് അഭിനിവേശം എന്ന് പറയുന്നത്? അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നീ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ പാഷൻ ഉള്ളവർക്ക് ഒരു കാര്യം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, സേവനങ്ങൾ ഇവയൊക്കെ വളരെ കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി ടീച്ചിങ്ങിൽ പാഷനുള്ള ഒരാൾക്ക് ആ ടീച്ചിങ് ജോലി കമ്മിറ്റ്മെന്റോട് കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഡോക്ടറാണ്, ഡോക്ടർക്ക് ഡിഗ്രി സമ്പാദിച്ചുകൊണ്ട് ഡോക്ടർ യഥാർത്ഥ ഡോക്ടറോ അല്ലെങ്കിൽ ഫിക്ഷൻ ഡോക്ടറോ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അയാൾക്ക് അതിൽ പാഷൻ ഉണ്ടെങ്കിൽ, അയാൾക്ക് ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും രോഗികൾക്ക് അതിന്റെ ഗുണം കിട്ടണമെന്ന രൂപത്തിൽ വളരെ കമ്മിറ്റ്മെന്റോട് കൂടി ജോലി ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് വാട്ട് ഈസ് പാഷൻ? എന്താണ് പാഷൻ? Passion is a strong enthusiasm or excitement for something. It's a driving force that motivates us to pursue our goals and dreams with energy and dedication. നമ്മൾ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോലി വളരെ എന്തൂസിയാസത്തോടു കൂടിയും വളരെ ഉത്സാഹത്തോടെയും എക്സൈറ്റ്മെന്റോടു കൂടിയും ചെയ്ത് തീർക്കാനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഓഫ് പാഷൻ. പാഷന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അഭിനിവേശത്തിന്റെ നേട്ടങ്ങൾ, ഇറ്റ് ബൂട്ട്സ് അവർ മോട്ടിവേഷൻ. നമ്മളെ മോട്ടിവേഷൻ കൂട്ടുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൂട്ടുന്നു. നമ്മുടെ സർഗാത്മകത, നമുക്കൊരു കാര്യം വളരെ ഭംഗിയായി ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രദമായിട്ട് എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന, എന്തെങ്കിലും ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പാഷൻ കൊണ്ടുള്ള നേട്ടം. ഇറ്റ്സ് ബൂസ്റ്റ് റെസിലിയൻസ്. നമുക്ക് എന്ത് പ്രയാസങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുണ്ടെങ്കിലും അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മുടെ ഗോളിലേക്ക് പെട്ടെന്ന് എത്താനും അല്ലെങ്കിൽ അതിന്റെ സമയബന്ധിതമായി എത്താനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് പാഷന്റെ ഒരു ഗുണമാണ്, നേട്ടമാണ്. എങ്ങനെ ഈ പാഷൻ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഡിസ്കവർ അവർ ഇൻട്രസ്റ്റ് ആൻഡ് സ്ട്രെങ്ത്സ്. നമുക്കുള്ള എന്താണ് നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്സ്, നമ്മുടെ കഴിവുകൾ, നമുക്ക് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള കഴിവുകൾ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജോലിയിലേക്കും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ഗോൾസ് ആൻഡ് പെർസ്യൂ ദം വിത്ത് എന്തൂസിയാസം. നമ്മൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഉത്സാഹത്തോടെ കൂടി അതിലേക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ ആൻഡ് സപ്പോർട്ടിങ് പീപ്പിൾ. നമ്മൾ എപ്പോഴും നമ്മുടെ ഈ പാഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വൈബുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുകയും അങ്ങനെ ആളുകളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരം ആളുകൾ കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പാഷൻ എന്ന സ്കില്ലിലൂടെ വളരെയധികം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റോപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരികയും നമ്മളെ പാഷനുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നന്നായി എഫക്റ്റീവായി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. സുഹൃത്തുക്കളെ, ഇങ്ങനെ നമുക്ക് വി ക്യാൻ വിൻ വിത്ത് പാഷൻ. നമ്മുടെ ജോലികളും നമ്മുടെ പാഷൻ, നമ്മുടെ എല്ലാ മേഖലയും നമുക്ക് പാഷനോടുകൂടി അഭിനിവേശത്തോടുകൂടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.